ഹേ ഗായ്സ്, പോക്കോ F7-ഉം ഐക്യു നിയോ 10-ഉം തമ്മിൽ ഒരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട്. ഏതാണ് വെർത്ത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. സോ നമുക്കിന്നൊരു കമ്പാരിസൺ വീഡിയോ ചെയ്യേണ്ടത് അനിവാര്യമായി. തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളിത് പറയാനുള്ളത്, എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഒരു കാര്യം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാം, ഈ വീഡിയോയിൽ ഞാൻ ജസ്റ്റ് കമ്പാരിസൺ മാത്രമാണ് പറയുന്നത്, ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല ഇത്. സോ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഇതിൻ്റെയൊക്കെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ കയറി ചെക്ക് ചെയ്യാം. പോക്കോ F7-ന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് 12GB റാമും 256 റോമുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഐക്യു നിയോ 10-ൽ 8GB റാമും 128GB റോമുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കമ്പാരിസണിന് ഞാൻ എടുത്തിരിക്കുന്നത് 12GB റാമും 256GB റോമും, കാരണം അതിന്റെ പ്രൈസ് ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് 12GB റാമും 256GB റോമോട് കൂടി കിട്ടുന്ന പോക്കോ പ്രൈസ് ചെയ്തിരിക്കുന്നത് 31,999 ആണ്. അതേസമയം അതേ വേരിയന്റിലുള്ള ഐക്യു നിയോ 10 കിട്ടുന്നത് 37,300 റുപ്പീസിനാണ്. ഫ്ലിപ്കാർട്ടിലെ റേറ്റ് ആണ് ഞാനിവിടെ പറയുന്നത്. ഓരോ ഡീൽസ് വരുമ്പോൾ ഇത് മാറാം, അതുപോലെ തന്നെ ഓരോ ആപ്പുകളിലും ഇത് മാറാം. അടുത്ത ഡിസൈനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണാം, പോക്കോ F7-ന് 3 കളർ വേരിയന്റ് ആണുള്ളത്. അതും നല്ല പ്രീമിയം ക്വാളിറ്റിയുള്ള ഡിസൈനാണ് പോക്കോ F7 തരുന്നത്. അതേസമയം ഐക്യു നിയോ 10 ഒരു ഡ്യുവൽ ടോണിലാണ് നമുക്ക് ഇറക്കിയിരിക്കുന്നത്. പക്ഷെ അതിന് അത്രയോ ഒരു പ്രീമിയം ക്വാളിറ്റി ലുക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഇല്ലെന്ന് ഞാൻ പറയും. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ പോക്കോ F7 തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കാരണം അതിന് അലുമിനിയം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തറയിൽ വീണാലൊന്നും പെട്ടെന്ന് അതിനൊന്നും ഏക്കത്തില്ല. അതേസമയം ഈ ഐക്യു നിയോ 10-ൽ പ്ലാസ്റ്റിക് ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പോക്കോ F7-ൽ ബാക്കിലും ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ ഫിംഗർ പ്രിന്റ് ഒക്കെ പെട്ടെന്ന് അതിൽ പതിയും. ഒരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ കവറിട്ട് യൂസ് ചെയ്താൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല. എന്നാ എന്റെ ചോദ്യം, കവറിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ഫോൺ നോക്കേണ്ട കാര്യമുണ്ടോ? ബിൽഡ് ക്വാളിറ്റിയിൽ പോക്കോ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇതിന്റെ വെയിറ്റ് വന്നിട്ട് പോക്കോയ്ക്ക് 222 ഗ്രാംസ് ആണ് വരുന്നത്. അതേസമയം ഐക്യുവിന് 206 ഗ്രാംസ് ആണ്. ഇപ്പൊ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് എങ്കിലും ഒരു വൺ ഹാൻഡ് യൂസിന് പറ്റിയ ഫോണുകളല്ല രണ്ടും. ആവശ്യത്തിലേറെ വെയിറ്റ് ഉണ്ട്. 206 ഗ്രാം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലാത്തൊരു വെയിറ്റ് ആണ്. സോ ഒരു വൺ ഹാൻഡ് യൂസർ ആണ് നിങ്ങളെങ്കിൽ ഐക്യു നിയോ 10 എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് പോക്കോയിനെയും കാട്ടിലും ഐക്യു നിയോ 10 കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന പ്രൊട്ടക്ഷൻ, പോക്കോയിൽ ഗൊറില്ല ഗ്ലാസ് 7i ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഒരു അറ്റം വരെ നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റൻസ് ആണ്. അതേസമയം ഐക്യുവിൽ സ്കോട്ട് സെൻസേഷൻ ആൽഫ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിൽ സ്കോട്ട് സെൻസേഷൻ ആണ് ഒന്നെടുത്ത് നിൽക്കുന്നത്. അടുത്ത് പറയാനുള്ളത്, പോക്കോയിൽ IP68-ഉം 69-ഉം റേറ്റഡ് ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുവിധം മഴയത്തും വെയിലത്തും കാറ്റത്തും ഒക്കെ കൊണ്ടുപോകാം, വലിയ സീനൊന്നും വരത്തില്ല. അതേസമയം ഐക്യുവില് IP65 മാത്രമേ റേറ്റഡ് ആയിട്ടുള്ളൂ. അതൊരു കുറവായിട്ട് എനിക്ക് തോന്നി. കാരണം ചെറിയൊരു പൊടിപ്പ് മഴയും പിന്നെ പൊടിക്കാറ്റും മാത്രമേ അത് റെസിസ്റ്റന്റ് ചെയ്യൂ. പക്ഷെ ഒരു കാര്യം കൂടെ എടുത്തു പറയാലോ, ഈ രണ്ട് ഫോൺ കമ്പനിക്കാരും നിങ്ങളുടെ ഫോണ് വെള്ളത്തിൽ വീണ് കംപ്ലൈന്റ് ആയ അത് മാറ്റിത്തരുമെന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ കാശ് കൊടുത്ത് തന്നെ അത് ശരിയാക്കേണ്ടി വരും. സോ ഈ IP റേറ്റഡ് വലിയൊരു ഇഷ്യൂ ആക്കി എടുക്കേണ്ട കാര്യം ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ ഈ മഴയൊക്കെ പെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ പോക്കോ കൂടുതൽ നമുക്ക് റെസിസ്റ്റ് ചെയ്യാൻ സഹായിക്കും. സോ നമുക്ക് കംപ്ലൈന്റ് വരുന്നത് പോക്കോയിൽ കുറവായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഡിസ്പ്ലേയുടെ കാര്യം പറയുമ്പോൾ രണ്ട് ഡിസ്പ്ലേയും സൂപ്പർ ഡിസ്പ്ലേ എന്ന് തന്നെ പറയാം. രണ്ടിലും താരതമ്യേന വ്യത്യാസമൊന്നുമില്ല. എന്നാൽ നമ്മൾ റിഫ്രഷ് റേറ്റിന്റെ കാര്യം നോക്കുമ്പോൾ പോക്കോ 120 ഹെർട്സും ഐക്യു 144 ഹെർട്സും ആണ് നമുക്ക് റിഫ്രഷ് റേറ്റ് തരുന്നത്. അത് നമുക്ക് കാണാനും ഉണ്ട്. നമ്മൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആപ്പുകൾ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ റെഗുലസ്ലി നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോക്കോയിൽ ചില ഗ്ലിച്ച് ഒക്കെ കാണാൻ പറ്റും. എന്നാൽ ഐക്യു നിയോ 10 ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരു കളർ അക്യുറസി നിങ്ങൾ കുറച്ചും കൂടെ എടുത്തു തരുന്നത് ഐക്യു നിയോ 10 ആണ്. പക്ഷെ അത് അങ്ങനെ അത്രയൊരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. ചില വീഡിയോസ് ഒക്കെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു വ്യത്യാസം മുന്നിട്ട് നിൽക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം രണ്ട് ഡിസ്പ്ലേയും നല്ല കിടിലൻ ഡിസ്പ്ലേ ആണ്. രണ്ടും ഏകദേശം ഒരു റിസൾട്ട് തന്നെയാണ് തരുന്നത്. സ്പീക്കറിന്റെ കാര്യം എടുത്തു പറയാലോ,
iQOO Neo തന്നെയാണ് നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റിയിലും ലൗഡിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ പോക്കോ ബാക്കിലാണ്. പോക്കോയില് നമുക്ക് ഒരു പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്രയും ഒച്ചത്തിൽ കേൾക്കാൻ പറ്റത്തില്ല. രണ്ട് ഫോണിലും സൈലന്റ് കോൾ റെക്കോർഡിംഗ് അവൈലബിൾ ആണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഒരു കോൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ മറുതലേ അത് വിളിച്ചു പറയത്തില്ല. അടുത്ത സോഫ്റ്റ്വെയറിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പോക്കോ ഹൈപ്പർ OSഉം iQOO ഫണ്ടച്ച് OSഉം ആണ് യൂസ് ചെയ്യുന്നത്. പുതിയ ആൻഡ്രോയിഡ് 15 തന്നെയാണ് എല്ലാത്തിലും ഓടുന്നത് എങ്കിലും സോഫ്റ്റ്വെയറിന്റെ കാര്യം വരുമ്പോൾ ഇതിൽ രണ്ടും നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിയ ഹൈപ്പർ OS ഒരു തട്ട് മുകളിൽ തന്നെയായിരിക്കും. കാരണം കസ്റ്റമൈസേഷന്റെ കാര്യത്തിലായാലും ഡൈനാമിക് വാൾപേപ്പറിന്റെ കാര്യത്തിലും അനിമേഷന്റെ കാര്യത്തിലൊക്കെ ആയാലും കുറെ അധികം ഫീച്ചേഴ്സ് നമുക്ക് ഹൈപ്പർ OSൽ ലഭ്യമാണ്. എന്നാൽ അതൊന്നും ഫണ്ടച്ച് OSൽ എത്തിയിട്ടില്ല. എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ നിലവിൽ എത്തിയിട്ടില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന്റെ കാര്യം പറയുമ്പോൾ അതിലും പോക്കോ തന്നെയാണ് ഒരു പടി മുന്നേ നിൽക്കുന്നത്. 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ചുമാണ് നമുക്ക് പോക്കോ എൻഷുർ ചെയ്യുന്നത്. അതേസമയം iQOO 3 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 4 വർഷത്തെ സെക്യൂരിറ്റി പാച്ചും മാത്രമേ തരുന്നുള്ളൂ. ഹാപ്റ്റിക്സിന്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ പോക്കോയിൽ തന്നെയാണ് അത് വളരെ സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ iQOOയിൽ ഒരു തിക്നെസ്, ഒരു മുറുക്കം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോക്കോയിൽ അത് വളരെ സ്മൂത്ത് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ് ഹാപ്റ്റിക്സിൽ പോക്കോ പ്രസന്റ് ചെയ്യുന്നത്. ബാറ്ററി, ഈ കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാവർക്കും അല്ലെങ്കിൽ ടെക് അല്ലെങ്കിൽ ഫോൺ എടുക്കണം എന്ന് നിൽക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പോക്കോ നമുക്കൊരു എമ്മാണ്ടം ബാറ്ററി തന്നെയാണ് തന്നിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ 7550 mAh ബാറ്ററിയാണ് നമുക്ക് പോക്കോ പ്രസന്റ് ചെയ്യുന്നത്. അതേസമയം iQOO ഒട്ടും പിന്നിലല്ല, പക്ഷെ കുറച്ച് പിന്നിൽ തന്നെയാണ്. 7000 mAh ബാറ്ററിയാണ് iQOO നമുക്ക് പ്രസന്റ് ചെയ്യുന്നത്. പോക്കോയിൽ അവർ നമുക്ക് തരുന്നത് 90 വാട്ടിന്റെ ചാർജറും അതേസമയം iQOOയിൽ 120 വാട്ടിന്റെ ചാർജറുമാണ് തരുന്നത്. ഒരു 35 to 40 മിനിറ്റ്സിൽ iQOO ഫുൾ ചാർജ് ആവും. അതേസമയം പോക്കോ 50 to 1 hourനുള്ളിൽ ഫുൾ ചാർജ് ആവും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ വലിയൊരു വ്യത്യാസം അവിടെ ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററി ബാക്കപ്പിന്റെ കാര്യം പറയാം, രണ്ട് ഫോണും വേരി ചെയ്യുന്നുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റീൽസ് ഒക്കെയാണ് കൂടുതൽ കാണുന്നത് എങ്കിൽ പോക്കോ നമുക്ക് നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ തരും. അതേസമയം നമ്മൾ ക്യാമറയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് എങ്കിൽ iQOO ആണ് ബാറ്ററി ബാക്കപ്പ് കുറച്ച് കൂടുതൽ തരുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരും, അങ്ങനെയാണ് എങ്കിൽ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ പോക്കോ ആണോ iQOO ആണോ മുന്നിട്ട് നിൽക്കുന്നത്? എന്തൊക്കെ പറഞ്ഞാലും പോക്കോ തന്നെയാണ് അല്പം മുന്നിട്ട് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആപ്സിലും പോക്കോ നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് ബാറ്ററി കൊടുത്തിരിക്കുന്നത്. സോ ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ പോക്കോ തന്നെയാണ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷെ ആ മുന്നേറ്റം വലിയൊരു മുന്നേറ്റമായിട്ട് നമുക്ക് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ബാറ്ററി ടെസ്റ്റ് നടത്തുമ്പോഴത്തേക്കും iQOO സ്വിച്ച് ഓഫ് ആയി ഒരു 1-1.5 മണിക്കൂറിനുള്ളിൽ തന്നെ പോക്കോയും സ്വിച്ച് ഓഫ് ആവുന്നുണ്ട്. പിന്നെ റിവേഴ്സ് ചാർജിങ്, രണ്ടിലും റിവേഴ്സ് ചാർജിങ് ഉണ്ടെങ്കിലും അവിടെയും പോക്കോ തന്നെയാണ് ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത്. 22.5 വാട്ടിന്റെ റിവേഴ്സ് ചാർജിങ് ആണ് പോക്കോ നമുക്ക് തരുന്നത്. സോ നമുക്കൊരു ഐഫോണോ അല്ലെങ്കിൽ ഒരു സ്മോൾ ഗാഡ്ജറ്റ്സോ ഒക്കെ സൂപ്പർ ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ക്യാമറ, രണ്ടിലും ഡ്യുവൽ ലെൻസ് ആണ് വന്നിരിക്കുന്നത്. അതും സെയിം ലെൻസ് ആണ്. 50 MB മെയിൻ ക്യാമറയും 8 MB അൾട്രാ വൈഡ് ക്യാമറയും. എടുക്കുന്ന ഫോട്ടോകളിലെ ക്വാളിറ്റിയിലും ഡീറ്റെയിലും കളർ ഗ്രേഡിയന്റ് ആയാലും എഡ്ജ് ഡിറ്റക്ഷൻ ആയാലും iQOO തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഫോട്ടോയുടെ ക്വാളിറ്റിയുടെയും ഡീറ്റെയിലിംഗിലെയും കാര്യം ഞാൻ കോരം പറഞ്ഞുവെങ്കിലും ഒരു കാര്യം എടുത്തു പറയാമല്ലോ. ചില iQOO ഹാൻഡ്സെറ്റുകളിൽ ഇപ്പൊ ഫോഗ് ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സ്കിൻ ടോണിന്റെ കാര്യം വരുമ്പോൾ iQOO തരുന്ന ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ നമുക്കുള്ള സ്കിൻ ടോൺ ഒക്കെ ഒന്ന് ബ്രൈറ്റർ ആയിട്ട് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്തു. അതേസമയം പോക്കോയിൽ അത് ഇച്ചിരി വാമായിട്ടാണ് കിട്ടുന്നത്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ വാമായിട്ട് കിട്ടുന്ന ചില ഫോട്ടോസ് ഒരു യെല്ലോയിഷിന്റെ കളർ കൂടുതലായിട്ട് ഫീൽ ചെയ്തു. ബട്ട് സ്കിൻ ടോൺ രണ്ടും കൂടെ താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഐ തിങ്ക് പോക്കോ ആണ് കുറച്ചൊന്ന് നല്ലത് തരുന്നത്. രണ്ടും നമ്മുടെ ഒറിജിനൽ നാച്ചുറൽ കളർ അല്ല തരുന്നത്. പക്ഷേ ഉള്ളതിൽ കുറച്ചല്പം ഭേദം പോക്കോ ആണെന്ന് തോന്നി. കാരണം പല ഫോട്ടോകളിലും പല പോർട്രേറ്റ്സിലും അല്ലെങ്കിൽ പല ഫോട്ടോയിലും iQOO ഒരു ബ്രൈറ്റർ സ്കിൻ ടോൺ തരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് ആ ഒരു ടച്ചപ്പ് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആവാം. വീഡിയോ റെക്കോർഡിംഗ് 4K 60 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ വീഡിയോ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിൽ പോക്കോ ആണ് ഒരു പടി മുന്നിട്ട് നിൽക്കുന്നത്. കാരണം iQOOയിൽ ഓക്കെ ആണ്, ഭയങ്കര മോശമെന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും ഒരു
ഒരു അല്പം മുന്നിട്ട് നിൽക്കുന്നത് പോക്കോ തന്നെയാണ്. സെൽഫി ക്യാം വന്നിട്ട് പോക്കോയിൽ 20 MBയുടെയും ഇപ്പുറത്ത് ഐക്യൂല് 32 MB ആണ് വന്നിരിക്കുന്നത്. ഫോട്ടോസ് ഒക്കെ നല്ലത് തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഐക്യു ആണ് അല്പം നല്ല ക്വാളിറ്റി ആൻഡ് ഡീറ്റെയിലിംഗ് പിക്ചേഴ്സ് നമുക്ക് തരുന്നത്. വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഐക്യൂല് 4K 60 FPS ഷൂട്ട് ചെയ്യാം. പക്ഷെ നമ്മുടെ പോക്കോയില് 1080p മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്ത ഗെയിമിങ്. BGMIയുടെ കാര്യം പറയുകയാണെങ്കിൽ ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS കളിക്കാൻ പറ്റുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് iQOO Neo 10 ആണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഫോണും 90 FPS 60 FPS മാത്രമേ നമുക്ക് തരുന്നുള്ളൂ. ആ ഒരു ഇതിൽ നോക്കിയ iQOO ഒന്ന് മുന്നേ നിൽക്കും. കാരണം നമ്മുടെ പോക്കോ F7 പോലും 90 FPS സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. അതുപോലെ BGMI മാത്രമല്ല, കോൾ ഓഫ് ഡ്യൂട്ടിയും നല്ല ഗ്രാഫിക്സോടുകൂടി സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റാം iQOO Neo 10 തന്നെയാണ്. എന്നാൽ ഊതറിംഗ് വേവ്സും കാർ സ്ട്രീറ്റും ഒക്കെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് തരുന്നത് പോക്കോ F7 പക്ഷെ ഗ്രിഡ് ലെജൻസിന്റെ കാര്യം നോക്കിയാൽ ഓൾമോസ്റ്റ് രണ്ടിലും സെയിം എക്സ്പീരിയൻസ് തന്നെയാണ് തരുന്നത്. നോട്ടീസബിൾ ആയിട്ടുള്ള ഹീറ്റിംഗ് ഇഷ്യൂ പോക്കോ F7 റിപ്പോർട്ട് ചെയ്തു. കാരണം ഒരു പരിധി വരെ അതിന്റെ മെറ്റാലിക് ഫ്രെയിമും ഗ്ലാസ് ബാക്കും ആയിരിക്കും ഇതിന് കാരണം. പെർഫോമൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടിലും യൂസ് ചെയ്തിരിക്കുന്ന ചിപ്സെറ്റ് സെയിം തന്നെയാണ്, സ്നാപ്ഡ്രാഗൺ 8s Gen 4. എന്നാൽ ഐക്യൂല് Q1 ചിപ്സെറ്റും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്തിനെന്ന് പറഞ്ഞാൽ നമ്മുടെ BGMI ഒക്കെ കളിക്കുമ്പോൾ ഒരു ബെറ്റർ ഗ്രാഫിക്സ് തരാൻ വേണ്ടിയാണ്. അത് നമുക്ക് ഐക്യൂ പ്രൊവൈഡും ചെയ്യുന്നുണ്ട്. നമ്മൾ AnTuTu സ്കോർ ഒക്കെ നോക്കുമ്പോൾ ഐക്യൂ ആണ് മുന്നിൽ നിൽക്കുന്നത്. ഓവറോൾ റിവ്യൂ പറയുമ്പോൾ ഐക്യൂ മുന്നിട്ട് നിൽക്കുന്നത് അതിന്റെ ക്യാമറയിലും ഡിസ്പ്ലേ ക്വാളിറ്റിയിലും സ്പീക്കറിലും പിന്നെ BGMI കോൾ ഓഫ് ഡ്യൂട്ടിയിലൊക്കെ അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രാഫിക്സ് ക്വാളിറ്റിയിലും സ്മൂത്ത്നെസ്സിലും ചാർജിങ്ങിലും പിന്നെ അതിന്റെ വെയിറ്റിലുമാണ്. പക്ഷെ ഒരു കാര്യം പറയാനുള്ളൂ, ഹെവി ടാസ്ക് ഒക്കെ നമ്മുടെ ഐക്യൂ ആണ് കുറച്ചും കൂടെ ഒപ്റ്റിമൈസ് ചെയ്ത് പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മളൊരു ലോങ് വീഡിയോ എടുത്ത് അതും 4K 60 FPS വീഡിയോ എടുത്ത് നമ്മൾ അത് ഒന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പൊ കൈൻ മാസ്റ്റർ, ഇൻഷോട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പ്രോസസ് ചെയ്ത് കിട്ടുന്നത് ഐക്യൂല് തന്നെയാണ്. ഇനി പോക്കോനെ പറ്റി പറയുകയാണ് എങ്കിൽ അതിന്റെ ഡിസൈൻ, അതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, ഗെയിമിങ്, പിന്നെ ബാറ്ററി ബാക്കപ്പ്, പിന്നെ എടുത്തു പറയേണ്ട ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇതിന്റെ പ്രൈസ് ഡിഫറൻസ്. അതൊരു വലിയ ഘടകമായിട്ട് തന്നെ നമുക്ക് പറയാം. കാരണം 5000 രൂപയോളം വ്യത്യാസമാണ് ഈ രണ്ട് ഫോണിന് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കുറഞ്ഞ പൈസയ്ക്ക് ഫോണാണ് ആവശ്യമെങ്കിൽ എന്തായാലും ഞാൻ പറയും പോക്കോ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഓൾമോസ്റ്റ് പെർഫോമൻസ് വൈസ് നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് പോക്കോ തരുന്നത്. ഇനി നിങ്ങൾ ഐക്യൂ ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഒന്ന് ഞാൻ എടുത്തു പറയാം, അതിന്റെ സർവീസ് വളരെ നല്ലൊരു ഇതാണ്. കാരണം നിങ്ങൾക്ക് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും അത് ഇവരുടെ സർവീസ് സെന്ററിൽ എത്തിയാൽ നിങ്ങൾക്കൊരു സൊല്യൂഷൻ എന്തായാലും ഐക്യൂക്കാര് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇനി ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്. എന്ത് ഫോണ് ഏത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അത് സെലക്ട് ചെയ്യേണ്ടതെന്നും തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.